ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പനിക്കൂർക്ക ഇലയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്രയും ഇല ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പനി, ജലദോഷം, കഫക്കെട്ട്, തൊണ്ടവേദന, ആസ്മ, ദഹനക്കേട്, ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് നല്ലൊരു പ്രകൃതിദത്ത ഔഷധ മരുന്നാണ് കേട്ടോ ഇത്. മാത്രമല്ല പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആർത്തവ വേദന കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പനിക്കൂർക്കയിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ ഫുഡിലൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പനിക്കൂർക്കയിലൊന്ന് പറിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ചട്ടിയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നിഴലിൽ വെച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കുറച്ചധികം കിട്ടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓംലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ ഡ്രൈഡ് ആയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കേടാവുകയൊന്നുമില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമായിരിക്കും. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് മിക്സി ജാറിലിട്ട് പൊടിക്കുകയൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കൈ വെച്ചിട്ട് പൊടിക്കുമ്പോൾ തന്നെ നല്ല നമുക്ക് പൊടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. കഫക്കെട്ട്, പനിയൊക്കെ ഉള്ള സമയത്ത് മക്കൾക്ക് തേനിൽ ചാലിച്ചിട്ട് നമുക്കിതുപോലെ ഈ ഒരു പൊടി കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആ ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഡ്രൈഡ് ആക്കാൻ നിങ്ങൾക്ക് ഇല കിട്ടിയിട്ടില്ലെങ്കിൽ ഫ്രഷായിട്ടുള്ള 1-2 ഇല ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഞരടിഞ്ഞ് പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചാറിലേക്ക് കുറച്ച് തേൻ ചേർത്ത് കഴിച്ചാലും മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഇത് വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ഡ്രിങ്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലെമൺ ജ്യൂസാണ് കേട്ടോ. ഏകദേശം 1/2 ലെമൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള പനിക്കൂർക്കയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു ഇഞ്ചിയുടെ പീസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു നിങ്ങൾ ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പനിക്കൂർക്കയുടെ ഇലയുടെ അളവ് കൂടരുത്. ഒരു ചെറിയൊരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. കപ്പ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? എന്നാൽ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം തന്നെ എല്ലാവരും കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് മടി കാണിക്കും. എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും നമുക്ക് വരുന്നതല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്പ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒരു തിള വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം തന്നെ നമുക്ക് വരുന്നതല്ല. അപ്പോൾ എല്ലാവരും ഈ ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് കമൻസ് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുത്. അടുത്തതായിട്ട് നല്ല വായിൽ കപ്പലോടും നല്ല അടിപൊളി ഒരു റെസിപ്പി കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് എണ്ണയും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ലെമൺ ജ്യൂസാണ് കേട്ടോ. ഇതും കൂടി ആഡ് ചെയ്തെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ലെമൺ ജ്യൂസിന് പകരമായിട്ട് നിങ്ങൾക്ക് പുളിയോ അല്ലെങ്കിൽ വിനീഗറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതുപോലുള്ള ഒരു മീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 2 കരിവേപ്പിലയും കൂടെ ഫ്രഷ് ആയിട്ടുള്ളത് വെച്ച് കൊടുത്ത് മീൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്നു വന്ന സമയത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം പോയതിനു ശേഷം ഒരു തക്കാളി കുഞ്ഞതായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വാഴയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീനില്ലേ, അതും കൂടെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മസാല ഫില്ല് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ വായിൽ കപ്പലോട് നല്ല അടിപൊളി മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ പാനിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
അതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, വായിൽ കപ്പലോടും നല്ല അടിപൊളി ഒരു മീൻ പൊള്ളിച്ചത് തന്നെയായിട്ട് നമുക്ക് നല്ല ചൂടോടുകൂടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മസാലയൊക്കെ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ യാതൊരു സൈഡ് ഡിഷും ഇല്ലാതെ മീൻ മാത്രമായിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലുള്ള ഉണക്കമുളകൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ഒരു കാറുന്ന ഒരു സ്മെല്ലായിരിക്കുമല്ലേ. അപ്പോൾ വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ യാതൊരു കാറുന്ന ഒരു ടേസ്റ്റോ സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും ഒന്നും ആട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് ഉണക്കമുളകൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് അതിലേക്ക് പൂപ്പൽ വരാനും പ്രാണികൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേക്ക് കേടാവാതെ ഇരുന്നോളും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പപ്പായയുടെ ഇലയാണ്. തളിര ഇല തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് ആവണക്കെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായ ഇലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ പെട്ടെന്ന് ഉറക്കമൊക്കെ ഉണർന്നതിന് ശേഷം കാല് നിലത്തേക്ക് വെക്കുമ്പോൾ നല്ല വേദന ആയിരിക്കുമല്ലോ, നമ്മൾ ഉപ്പൂറ്റിയൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ കാലിൻ്റെ അടിഭാഗം ഒക്കെ നല്ല വേദന ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലൊരു എണ്ണ ഉണ്ടാക്കിയിട്ട് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രം മതി, നന്നായിട്ട് നമ്മളുടെ കാലുവേദനയൊക്കെ മാറി കിട്ടുന്നതാണ്. നാച്ചുറലായിട്ടുള്ള ഈ റെമഡി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല മുടി കൊഴിച്ചിൽ താരനൊക്കെ ഉള്ളവർ നന്നായിട്ട് ഇത് തലയിലൊന്ന് ചെറു ചൂടോട് കൂടെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് വരികയാണെങ്കിലും മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല കരുത്തോടെയും നല്ല കറുപ്പായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മളുടെ വൈറ്റ് ഡ്രസ്സിലൊക്കെ പറ്റിപ്പിടിച്ച ഏത് കറയായാലും നിഷ്പ്രയാസം ഇങ്ങനെ കളഞ്ഞെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല കറയായിട്ടുണ്ട്. ഇത് മഞ്ഞൾ കറയാണ് കേട്ടോ. ഇത് നമ്മൾ എത്ര തന്നെ സോപ്പ് വെച്ച് ഉരച്ച് നമ്മൾ കഴുകിയാലും അതിൻ്റെ ആ ഒരു അടയാളം അവിടുന്ന് പോവുകയില്ല. ഏത് കറ പറ്റിയാലും ഫസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകുക. അതിനുശേഷം ഇതുപോലെ കുറച്ച് ലൈസോൾ നമ്മളൊന്ന് തേച്ച് ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ആ കറയൊക്കെ പോയി കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് സമയം ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കഴുകി നോക്കാം. ഇപ്പം തന്നെ അത്യാവശ്യം എല്ലാ കറകളും നമുക്ക് പോയി കിട്ടും. അപ്പോൾ ലൈവായിട്ട് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ലൈസോളൊന്ന് ഞാനൊന്ന് ഒഴിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ആ കളർ നമുക്ക് ലൈറ്റായിട്ട് മങ്ങി വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഉരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ കറിയും നമുക്ക് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കണ്ടല്ലോ. എല്ലാവരും ഈ ടിപ്സ് ട്രൈ ചെയ്ത് നോക്കുക. കറകളൊക്കെ ആയിട്ട് നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. എന്നാൽ അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏത് പോവാത്ത കറയും നമുക്ക് നിഷ്പ്രയാസം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വൈറ്റ് ഡ്രസ്സിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കളർ ഡ്രസ്സിലൊക്കെ കറയായാൽ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അടുത്തതായിട്ട് ഈ നോമ്പിൻ്റെ ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റാനുള്ള നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കത്തിരിക്ക അഥവാ വെള്ളരിക്കയാണ് കേട്ടോ. ശരീരത്തിന് ഉന്മേഷവും ദഹനവും നൽകി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന മികച്ചൊരു ഭക്ഷണമാണിത്. ഇതിൽ ധാരാളമായിട്ട് പൊട്ടാഷ്യം, മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ചർമ്മ സംരക്ഷണത്തിനും വിഷവസ്തുക്കളെ പുറന്തള്ളി വൃക്കരോഗങ്ങൾ തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാവരും ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത്. എന്നാൽ ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. തൊലിയിൽ ധാരാളമായിട്ട് ഫൈബർ, വിറ്റാമിൻ കെ, പൊട്ടാഷ്യം, സിലിക്ക എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനം മെച്ചപ്പെടുത്താനും എല്ലുകളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന് തിളക്കം നൽകാനും ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഹൃദയരോഗത്തിനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ തൊലിയോട് കൂടെ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെറുതെ നമ്മൾ തൊലിയോട് കൂടെ തന്നെ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും
പുളിയും വിനീഗറൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. ജലാംശം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിലുള്ള ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് പ്രത്യേകം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊലിയോട് കൂടെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും അതുപോലെ തന്നെ കുറച്ച് പുതിനയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിന ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അളവ് കൂടരുത്, ഒരു കുത്തൽ ടേസ്റ്റ് വരും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കട്ട പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രീസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് 2 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ കുക്കുംബർ ജ്യൂസ് റെഡിയായി കിട്ടുന്നതാണ്. എല്ലാവരും ഈ ഒരു നോമ്പിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ഒരുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എല്ലാ കുട്ടികൾക്കും വലിയവർക്കും പോലെ ആരോഗ്യം നൽകുന്ന ഈ ഒരു ജ്യൂസ് നിങ്ങളെല്ലാവരും ഈ ഒരു നോമ്പിന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.